നമ്മുടെ സഭയുടെയും മലങ്കരയിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ സ്ഥാപകനും ഭാരതത്തിന്റെ അപ്പോസ്തോലനുമാണ് വിശുദ്ധ തോമാസ് ലീഹ. തോമാസ് ലീഹ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ്. ദിദീമോസ് എന്നും അദ്ദേഹം അറിയപ്പെട്ടു, അതായത് ഇരട്ട. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം കണ്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് സംശയിച്ചെങ്കിലും യേശുവിന്റെ മുറിവുകളിൽ സ്പർശിച്ചപ്പോൾ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ വിശ്വാസ ദൃഢതയുടെ പ്രതീകമാണ് ഈ വലിയ അപ്പോസ്തോലൻ. ഈ വചസ്സുകൾ നമ്മുടെ സഭയുടെ നെഞ്ചിലെ മുദ്രയാണ്. പാരമ്പര്യമനുസരിച്ച് ക്രിസ്തുവർഷം 52 തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിനടുത്ത് മുസീറസ് എന്ന തുറമുഖത്ത് കപ്പലിറങ്ങി. ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമായിരുന്നു അദ്ദേഹം. തന്റെ ഭാരത പ്രസിദ്ധ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം അന്നത്തെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി 7.5 പള്ളികൾ സ്ഥാപിച്ചു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലും തോമാസ് ലീഹ പ്രവർത്തിച്ചു. അവിടെ വെച്ച് സുവിശേഷ സത്യത്തിന് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. നമ്മുടെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ തോമാസ് ലീഹായുടെ ഓർമ്മ ആചരിക്കുന്നത് ദുഃഖറോനോ എന്ന പേരിലാണ്. പ്രധാനമായും എല്ലാ വർഷവും ജൂലൈ 3 അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദുഃഖറോനോ നമ്മൾ കൊണ്ടാടുന്നത്. ഈ പുണ്യദിനത്തിൽ നമ്മുടെ എല്ലാ പള്ളികളിലും പ്രധാന അപ്പോസ്തോലൻ എന്ന നിലയിൽ തോമാസ് ലീഹായുടെ പേരിലുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നു. മാത്രമല്ല, ഭാരതത്തിന്റെ ആദ്യമായി കാതോലിക സിംഹാസനം സ്ഥാപിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി ഡിസംബർ 21 അദ്ദേഹത്തിന്റെ ഓർമ്മ ആചരിക്കാറുണ്ട്. ദുഃഖറോനോ ദിനങ്ങളിൽ തോമാസ് ലീഹായിൽ നിന്ന് നേരിട്ട് കൈമാറി കിട്ടിയ വിശ്വാസ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിൽ നാം പ്രതിജ്ഞാബദ്ധരാണെന്ന് വീണ്ടും ഓർമ്മിക്കുന്നു. വിശ്വാസത്തിൽ സംശയിച്ചെങ്കിലും പിന്നീട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ അപ്പോസ്തോലന്റെ ധീരമായ വിശ്വാസവും ഭാരതത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ത്യാഗവും നമുക്ക് പ്രചോദനമാകട്ടെ.